പുതിയിലേക്ക് 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അത് ചെറിയ ഭൂരിപക്ഷമല്ല. നിലമ്പൂർ മണ്ഡലത്തിൽ 2016 പരാജയപ്പെടുമ്പോൾ ആര്യടൻ ഷൗക്കത്തിനേക്കാൾ ഭൂരിപക്ഷം പി വി അൻവർ നേടുന്നത് 11,500 വോട്ടിൻ്റെയാണ്. അതിനെയും മറികടന്നുള്ള ഭൂരിപക്ഷമാണ് ആര്യടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നത്. ഇത് 2026 സൂചനയാണോ? 2026 സൂചനയാണ്. എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നുള്ളത് പല ഉപതെരഞ്ഞെടുപ്പുകളായി ഇപ്പോൾ UDF കാണിച്ചിരുന്നുണ്ട്. അവരെ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? ഓരോ ബൂത്ത് തലത്തിലും അവരിങ്ങനെ A, B, C എന്ന് കണക്കാക്കി A നല്ല ഉറപ്പുള്ളത്, B കുറച്ചുറപ്പുള്ളത്, C ഒരു തരത്തിലും കിട്ടാൻ സാധ്യതയില്ലാത്ത, അപ്പോൾ ഇത് കണക്കാക്കി അങ്ങനെയാണ് അവർ ബൂത്ത് തലത്തിൽ പ്രവർത്തനം നടത്തുക. അത് കഴിഞ്ഞ കുറേ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെ നിലമ്പൂരിൽ തുടർന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പലതവണ ചർച്ചകളിൽ പറഞ്ഞതുപോലെ ലീഗിനും കോൺഗ്രസിനും ഇടയിൽ നിലമ്പൂരിലുണ്ടായിരുന്ന പ്രശ്നം, അത് ആര്യടൻ കുടുംബവുമായിട്ടുള്ള പ്രശ്നമായിരുന്നു. അത് പരിഹരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുടെ മുൻകൈയിൽ തന്നെ അത് പരിഹരിക്കുന്നു. ഓരോ ബൂത്തുകൾക്കും ചുമതല പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കൊടുക്കുന്നു. UDF ആയാലും മുഴുവൻ നേതാക്കളെയും അവിടെ വിന്യസിക്കുകയാണ്. യുവ നേതാക്കൾ മുഴുവൻ അവിടെയുണ്ട്. പരസ്പരം ഭിന്നതയുണ്ട് എന്ന് പറഞ്ഞിരുന്ന നേതാക്കൾ പോലും കൈകോർത്ത് പ്രചാരണം നടത്തുന്നതാണ് കണ്ടത്. അവിടെ ചാണ്ടി ഉമ്മനെ പോലുള്ള യുവ നേതാക്കൾ വീടുകൾ കയറിയുള്ള പ്രചാരണം എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലൊരു 3 വോട്ടർ എന്ന് കണക്കാക്കുകയാണെങ്കിൽ 3000 വീടുകൾ എന്ന് പറയുമ്പോൾ 12,000 പരം വോട്ടുകൾ ചാണ്ടി ഉമ്മൻ തന്നെ ആ തരത്തിൽ സമാഹരിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അത് നോക്കുമ്പോൾ അവരുടെ ഒരു പ്രവർത്തനം അത് ഒരു തുടർച്ചയാണ്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടിട്ടുള്ള ഒരു രീതി അവിടെ തുടരുന്നു എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന ഞങ്ങളുടെ ബേസ് വോട്ട് അവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത്, 2006 ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച തെരഞ്ഞെടുപ്പ്, അതിൽ 69,452 വോട്ട് അതാണ് അവിടെ കിട്ടിയിരുന്നത്. അപ്പോൾ അത് ബേസ് വോട്ടാണെന്ന് പറയായിരുന്നു. ഇപ്പോൾ എത്രയിലേക്ക് കുറഞ്ഞിരിക്കുന്നു? അങ്ങനെ നോക്കുമ്പോൾ എത്രയിലേക്ക് കുറഞ്ഞു? വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും 45-47 എന്ന രൂപത്തിലാണ് CPM നിന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സ്വരാജ് മത്സരിക്കുമ്പോൾ ആ വോട്ടിംഗ് ശതമാനം 37% എത്തുകയാണ്. ആ 37% എത്തുന്നത് എപ്പോഴാണ്? അവിടേക്ക് വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് അല്ലേ? എത്ര വോട്ടർമാർ? ഒരു 7,000 വോട്ടറെങ്കിലും കൂടിയിട്ടുണ്ട്. 7,000 അല്ല, 1,36,000 നിന്ന് 1,72,000 കൂടി 2011 അപേക്ഷിച്ച്. വോട്ടർമാരുടെ എണ്ണം കൂടി. ആ വോട്ടർമാരുടെ എണ്ണം കൂടുതൽ എത്ര വോട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള ചോദ്യമുണ്ടല്ലോ, അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ 20 വർഷം മുമ്പുള്ള കണക്ക് പറയുന്ന ആ കണക്കും ശരിയില്ല. ആ കണക്കിൽ നിന്ന് 2,000 അല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് എന്ത് തരം കണക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. PV അൻവർ വരുമ്പോൾ കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് 77,800 കിട്ടി, 16 കിട്ടി. അത് കഴിഞ്ഞ് 21 81,200 വോട്ടുകൾ കിട്ടി. അപ്പോൾ ആ ബാക്കി വരുന്ന ഒക്കെ അൻവർ സമാഹരിച്ചതാണ് എന്ന രൂപത്തിൽ പറയുകയാണ്. സാങ്കേതികമായി ഞങ്ങൾ പരാജയപ്പെട്ടില്ല, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം അവിടെ പ്രതിഫലിച്ചിട്ടില്ല എന്ന ഒരു വസ്തു പറയുന്നു. ഞങ്ങളുടെ വോട്ടുകൾ അവിടെ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നു. ഈ ഞങ്ങളുടെ വോട്ടുകൾ കൊണ്ട് വിജയിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ. എല്ലാ കാലത്തും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായ നിഷ്പക്ഷമായ 5-6 വോട്ടുകളാണ് ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക. അത് 2021 കിട്ടിയത് കൊണ്ടാണ് CPM തുടർഭരണം സാധ്യമായത്. അതായത് നിഷ്പക്ഷമായ വോട്ടുകൾ. അങ്ങനെയുള്ള നിഷ്പക്ഷമായ വോട്ടുകൾ എന്തുകൊണ്ട് സ്വരാജിന് കിട്ടിയിട്ടില്ല? മതേതര വോട്ട് എനിക്ക് എന്ന് പറയുമ്പോൾ ആ മതേതര നിലപാടാണോ? സ്വരാജ് എന്ന വ്യക്തിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണ്, അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. 19 വർഷത്തിന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ ഇത് രാഷ്ട്രീയ മത്സരം എന്ന് പറയുമ്പോൾ എവിടെയാണ് CPM പിഴച്ചിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഇവിടെ പ്രോഗ്രസ് കാർഡിനൊപ്പം തന്നെ തിരികെ കയറ്റി തുടക്കത്തിൽ തന്നെ പറയുന്നത് ജമാഅത്തെ വോട്ട് എന്ന രൂപത്തിലാണ്. ഏത് ഘട്ടത്തിലാണ് CPM ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? CPM RSS ബന്ധം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി RSS ബന്ധം, പോലീസ് RSS ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സിറ്റിംഗ് MLA രാജിവെച്ച് ഇറങ്ങിയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ വിഷയം അവിടെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ മറുപടി ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ MR അജിത് കുമാർ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച വിഷയം അതവിടെ നിൽക്കുന്നു. അതവിടെ നിൽക്കെ തന്നെ, അതിൽ മറുപടി പറയാതെ ഇരിക്കെ തന്നെ, അവിടെ വെള്ളാപ്പള്ളി നടേശം വന്നിട്ട് അവിടെ ഭൂരിപക്ഷ വിഭാഗത്തിന് ശ്വാസം മുട്ടുന്നു എന്ന് പറയുമ്പോൾ അതിൽ മറുപടി പറയാതിരിക്കെ തന്നെ ഇപ്പുറത്ത് എന്താണ് പറയുന്നത്? ഇവിടെ ന്യൂനപക്ഷ വർഗീയത നടമാടുകയാണെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വർഗീയ കലാപം അഴിച്ചുവിട്ട് അത്തരത്തിൽ പിടിയിലായ ജമാഅത്തെ ഇസ്ലാമിക്കാരെ നമ്മളാരും കണ്ടിട്ടില്ല. വർഗീയ പ്രസംഗം നടത്തി പോലീസ് നടപടി നേരിട്ട ജമാഅത്തെ ഇസ്ലാമിക്കാരെ നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ ആശയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവിടെ നിൽക്കുന്നു. ആ തരത്തിൽ വർഗീയ പ്രസംഗങ്ങൾ അവരിൽ നിന്നുണ്ടായതേ കണ്ടിട്ടില്ല. കേവലം 3000 വരുന്ന വോട്ട് വരുന്ന ആ ഏറ്റവും തുച്ഛമായ വോട്ട് ശതമാനം വരുന്ന ആ വിഭാഗത്തിൻ്റെ കാര്യം ഒരു ഭീതി സൃഷ്ടിക്കലാണ്. ആ ഭീതി സൃഷ്ടിക്കൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ന്യൂനപക്ഷ സമൂഹം
എന്നുള്ളത് ഏതെങ്കിലും ഒരു ആലയിൽ കെട്ടിവെക്കാൻ പറ്റുന്ന ജമാഅത്തെ ഇസ്ലാമി എന്നോ PDP എന്നോ എന്ന രൂപത്തിൽ കൊണ്ട് ആലയിൽ കെട്ടിവെക്കാൻ പറ്റുന്ന ആൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നേ, കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തെ അവർ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആരെന്തു പറയുന്നു, ഞങ്ങളെ ഇവിടെ ഞങ്ങളുടെ ജീവിതം ഇവിടെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്, ഒരു തരം ഭീതി അവർക്കുണ്ടാകുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വിഷയം ഏറ്റെടുക്കുന്നത്. നോക്കൂ, ഈ പ്രചാരണത്തിലൂടെ മുഖ്യമന്ത്രി അവിടെ 3 ദിവസം ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രസംഗത്തിലും അതുതന്നെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പരാജയത്തിന് ശേഷം എന്ത് പാഠം പഠിക്കുന്നു എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. MV ഗോവിന്ദൻ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറയുകയാണ്, വർഗീയ വോട്ടുകൾ ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുക? നിലമ്പൂരിലെ ജനതയെ അപമാനിക്കലല്ലേ അല്ലേ? തിരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ ഉണ്ടാകും. അപ്പുറത്ത് ഒരു വിഭാഗം ജയിച്ചു കഴിയുമ്പോൾ അവർക്ക് കിട്ടിയത് മുഴുവൻ വർഗീയ വോട്ടാണ് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് എന്ത് മോശം പ്രവണതയാണ്. അത് നമ്മൾ വടകരയിൽ കണ്ടു, അത് നമ്മൾ പാലക്കാട് കണ്ടു, തൃക്കാക്കരയിലും കണ്ടിട്ടുണ്ട് ഒരു രൂപത്തിൽ. ഇപ്പോൾ അത് തന്നെ നിലമ്പൂരിലും ആവർത്തിക്കുന്നു. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ഇത് തുടരും എന്നുള്ളതാണ്. അപ്പോൾ എന്തിൻ്റെ സൂചനയാണ്? ആർക്കാണ് ഇവിടെ വഴിയൊരുക്കുന്നത്? CPM എന്നുള്ളൊരു സംശയം അവിടെ നിൽക്കുന്നു. ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുമെന്ന് പറയുമ്പോൾ നമ്മളാരും കേട്ടില്ല ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെതിരെ പറയുന്നത്. ഇതുവരെ കേട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അത് പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും കേട്ടില്ല. ആ സമയത്ത് അതിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് കരുതിയ സമയത്ത് വെള്ളാപ്പള്ളിക്ക് അവിടെ പൊന്നാട അണിയിക്കുകയായിരുന്നു. അപ്പോൾ ശക്തമായ പ്രതികരണം അവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഘടകങ്ങളായി വരുന്നത്. നോക്കൂ, എല്ലാ പഞ്ചായത്തുകളും ഓരോ പഞ്ചായത്ത് നമ്മൾ തുടക്കം മുതൽ ഈ അവിടെ രാവിലെ 5 മണി മുതൽ നമ്മളിന്ന് വായിക്കുകയല്ലേ, ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ലീഡ് എന്ന രൂപത്തിലേക്ക് സ്വരാജ് എത്തുന്നുണ്ടോ? ഇല്ല. രണ്ട് റൗണ്ട് എന്ന് പറയുമ്പോൾ നോക്കൂ, ഒരു പഞ്ചായത്തിൽ പോലും ആകെ കരുളായി മാത്രം, അതും എത്ര 100 ചില്ലാൻ പോത്തുകല്ലിലെ ഒരു റൗണ്ട് കരുളായി, അത്രയേ ഉള്ളൂ. അത് ഞാൻ പറയുന്നത് ഇത്രയും, അതായത് അവരുടെ പഞ്ചായത്ത് അവരുടെ നഗരസഭ എന്നിടത്താണ്. അവിടെ പോലും ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല. ആകെ കരുളായിയാണ്. കരുളായിൽ എത്രയാണ്? 118 വോട്ടിന്. അത്രയും ചെറിയ കണക്കിലാണ് ലീഡ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് നൽകുന്ന സന്ദേശം? സ്വരാജ് എന്ന വ്യക്തിക്കല്ല, സ്വരാജ് എന്ന വ്യക്തിയേയല്ല. സ്വരാജ് ഇതിൽ വളരെ മിതമായി സംസാരിച്ചിട്ടുള്ളൂ. സ്വരാജിന്റെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടില്ല. അദ്ദേഹം മതേതര നിലപാട് എല്ലാ കാലത്തും പറയുന്നതാണ്. ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടെടുക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ആ വ്യക്തിക്കല്ല അവിടെ വോട്ട്. ആര്യടൻ ഷൗക്കത്ത് എന്ന വ്യക്തി അപ്പുറത്തെടുക്കുമ്പോൾ അതും വ്യക്തിക്കല്ല വോട്ട്, അത് UDF-നുള്ള വോട്ടാണ്. ആര്യടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പ് മറികടന്ന് ലീഗ് ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നു എന്ന രൂപത്തിലേക്ക് അവിടെ എത്തുന്നു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഒരു പാഠമാകുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പാഠമാവുകയാണെങ്കിൽ ഇനിയും ഞങ്ങളിത് പറയുമെന്ന് പറയില്ല. അടുത്ത 2026-ലും ഇതേ മാതൃകയാണ് ഞങ്ങൾ തുടരാൻ പോകുന്നത് എന്ന് CPM പറയുകയാണെങ്കിൽ അത് CPM-നുള്ള അബൽ സൂചനയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനി PV അൻവർ എന്ന ഫാക്ട്, PV അൻവർ നമ്മൾ ഇപ്പോൾ ഈ വലിയ പ്രകടനങ്ങളും പ്രചാരണങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആ സമയത്ത് PV അൻവറിന് കിട്ടുന്ന ക്ലബ്ബുകളിലെ വോട്ടുകളുണ്ട്, സ്ത്രീ വോട്ടർമാരുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ 100 പേരൊക്കെ വരുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളൊക്കെ PV അൻവറുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം അദ്ദേഹം സൂക്ഷിക്കുകയും അതൊക്കെ കൃത്യമായി അത് പോയി വാങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന നഗരസഭയിൽ, ഈ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം പറഞ്ഞ ഞാൻ കാരണം നേടിയ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് അവിടെ UDF നല്ല ലീഡ് നേടിയിരിക്കുന്നു. അവിടെ PV അൻവറിന് എത്ര കിട്ടിയെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ PV അൻവറിന് ആകെ നേടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് അദ്ദേഹം നിസ്സാരക്കാരനല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇനിയിപ്പോൾ UDF-ഉം PV അൻവറും ചേർന്ന് വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകാമായിരുന്നല്ലോ, ഈ ഭരണവിരുദ്ധ വികാരം ഇങ്ങനെ ചിതറിപ്പോകുമായിരുന്നില്ലല്ലോ എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, PV അൻവർ PV അൻവർ തെളിയിച്ചിരിക്കുന്നു. അപ്പുറത്ത് UDF-ഉം. കാരണം വെല്ലുവിളിച്ചുകൊണ്ടൊരു മുന്നണിയിലേക്ക് നമുക്ക് കയറാൻ സാധിക്കില്ല. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരു ജയമുണ്ടായാൽ പോലും എൻ്റെ വിജയം, എൻ്റെ ക്രെഡിറ്റിൽ കിട്ടിയ വിജയം എന്ന് PV അൻവർ പറഞ്ഞാൽ അവിടെ അപ്രസക്തരാകുന്ന PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും ഈ നേതൃനിരയും ഒക്കെയാണ്. UDF അപ്രസക്തമാകും. അങ്ങനെ അപ്രസക്തമാകുന്ന ഒരു രീതിയിലേക്ക് UDF പോകില്ല. അപ്പോൾ ഇപ്പോൾ 2 കൂട്ടരും അവരവരുടേതായ ശക്തി തെളിയിച്ചിരിക്കുന്നു. ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സാധ്യമാകും ഒരുപക്ഷെ സഖ്യം. പക്ഷേ അത് വളരെ പെട്ടെന്ന്, ഇനിയിപ്പോൾ 3 മാസമെങ്കിലും ഉണ്ടാവും. ഒക്ടോബറിലായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. അപ്പോൾ അതിനിടയ്ക്ക് കുറേ കഴിഞ്ഞിട്ടൊക്കെ അതിലെ ചർച്ചകളിലേക്ക് നീങ്ങിയുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് ഒരു നല്ല പാഠമാകേണ്ടതുണ്ട്. ഇതല്ല പ്രചാരണത്തിൽ കൊണ്ടുവരുന്നത്. ഈ പറയുന്ന പ്രോഗ്രസ് കാർഡ് അവിടെ പറയാം. പ്രോഗ്രസ് കാർഡ് പറയുന്നതിനൊപ്പം എന്താണ് പറഞ്ഞത്? അത് ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് മോശം പ്രവണത ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല ഭയപ്പെടുത്തുന്നതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഭയപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്നാക്കം പോയില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകും. Meet the editors.